പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് അത് പലതവണ അധികൃതർ അറിയിച്ചിട്ടും അതിലൊരു കൃത്യമായ നടപടി ഇല്ലാത്തതിന്റെ പേരിൽ ഇപ്പോൾ മഞ്ഞളാംകുടി അഴി MLA യുടെ നേതൃത്വത്തിൽ എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിക്കുകയാണ്. അദ്ദേഹം അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വിവിധ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉപരോധത്തിലേക്ക് വരുന്നത്? ഞങ്ങൾ പല പ്രാവശ്യം ഇയോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും ഇത് നിർബന്ധപൂർവ്വം പെട്ടെന്ന് അടച്ച് തീർക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ചെയ്യാമെന്ന് പറയാമെന്നല്ലാതെ ഒരിക്കലും അത് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു നിർബന്ധപൂർവ്വം ഞങ്ങൾ ഇതേപോലെ എല്ലാ പഞ്ചായത്തിലെ മെമ്പർമാരെയും പ്രസിഡന്റുമാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഈയുടെ ഓഫീസ് ഉപരോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അവിടെ ധാരാളം ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നു. ഇത്രയും പഴക്കമുള്ള റോഡ് ഇപ്പോൾ ഈ അടുത്ത പ്രദേശത്തൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മുടെ കൂട്ടരങ്ങാടി മുതൽ ഇവിടെ 53 വരെയുള്ള ആ റോഡ് 10 വർഷം മുമ്പ് റീടയർ ചെയ്തതാണ്. അപ്പോൾ അത് മുഴുവനും കുണ്ടും കുഴിയായിട്ട് വളരെ മോശമായിട്ടൊരവസ്ഥയിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഗവൺമെൻറ് ചെയ്യാതെ ഞങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല, ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോവില്ല, ഇവിടെ തന്നെ ഇരിക്കും. എഞ്ചിനീയർ വന്ന് സംസാരിച്ച് കോൺട്രാക്ടർ വന്ന് ആരംഭിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ അവർ പറയുന്നുണ്ട് എന്നല്ലാതെ അത് ആരംഭിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 ദിവസം എന്തെങ്കിലും തരത്തിലുള്ള മഴ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാന്നല്ല, മഴ പെയ്തിട്ടില്ല. കൃത്യമായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള വെതറാണ്. ഒരു റോഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. 4-5 ദിവസം മുമ്പ് തന്നെ ആരംഭിച്ച് തീർക്കായിരുന്നു. അത് പ്രത്യേകിച്ചും വലിയ കുഴികളിൽ ആ കുഴികൾ പോലും അവരൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ശരിയല്ല. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചാണ്, പല പ്രാവശ്യം സൂചിപ്പിച്ച, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ല. കോൺട്രാക്ടറോടുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഇയുമായി NHലെ ആയിട്ട് AXC ആയിട്ട് AE ആയിട്ടൊക്കെ പല പ്രാവശ്യം സംസാരിച്ച ഇതുവരെ ഒരു താല്പര്യം എടുത്തില്ല. കൽപ്പിച്ചോട്ട് ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾക്കത് ഒരു ഫീൽ ചെയ്യുന്നത്. മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന ഒരു രീതി. അങ്ങനെ ആവട്ടെ. കുറച്ച് പ്രതിപക്ഷം ജയിക്കുന്ന വാർഡുകൾ അല്ല മണ്ഡലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കുന്നത് പോലും ഞങ്ങൾക്ക് സംശയം തോന്നാറുണ്ട്. രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇവിടെ അതിപ്പം കണ്ടില്ലേ, നമ്മുടെ ഇവിടെ അതുപോലെ തന്നെ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, PK ബഷീറിന്റെ ഇത് കുണ്ടോട്ടി, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണല്ലോ LDF സമരം ചെയ്യുന്നതും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. ഇതിനു വേണ്ടിയിട്ട് സമരം സർക്കാരിന്റെ LDF എന്റെ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പേ. അപ്പം അതൊന്നും ഒരു വലിയ അത് രാഷ്ട്രീയമാണ്, നമുക്ക് കണക്കാക്കാം. പക്ഷെ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഉറപ്പ് മാത്രമല്ല, പണി തുടങ്ങണം. അല്ല, കാരണം ഞങ്ങൾ ഇവിടെ തന്നെ ടേൺ ബൈ ടേൺ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കും. മണ്ഡലത്തിൽ നിന്നുള്ള മുഴുവൻ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളും അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് പറയാൻ? അവിടെ MLA ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇത് ചെയ്യേണ്ട ആളുകൾ പാർട്ടി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും MLA ഒന്നും ചെയ്യുന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭരണകക്ഷിയിൽപ്പെട്ട സംഘടനകൾ MLAയുടെ വീട്ടിലേക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്താണ്. ഞങ്ങൾ 7 പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. കുള്ളങ്ങാടി, കുറുവ, മക്കരപ്പറമ്പ്, മങ്കട, പുഴക്കാട്ടി അടക്കം അങ്ങാടിപ്പുറം അടക്കം എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വഴിയുണ്ട്. ഞാൻ UDF ചെയർമാനാണ്. ഞങ്ങൾക്ക് പൊറുതിയില്ലാത്തതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഞങ്ങളോടൊക്കെ കാണുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ചോദിക്കുകയാണ്, കുഴി അടച്ചാൽ 1-2 ദിവസം നിൽക്കും, പിന്നെ ഹെവി വെഹിക്കിൾ പോയി കഴിഞ്ഞാൽ അത് തുറക്കും. ആ വാഹനങ്ങളുടെ ഫ്ലോ അങ്ങ് തടയാണ്. അപ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ടാവുകയാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ രോഗികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ കുടുങ്ങുന്ന അവസ്ഥയുണ്ട്. പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് ജനപ്രതിനിധികൾ. അതുകൊണ്ടാണ് ഗതി കെട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. പിന്നെ ഈ കുഴി അടച്ച 1-2 ദിവസം റീടാറിംഗ് ആണ് വേണ്ടത്. 10-11 വർഷമായി റീടാറിംഗ് ചെയ്തിട്ട് ആ ഒരു റീടാറിംഗ് ചെയ്തിട്ടില്ല. അത് ചെയ്യുകയാണ് നമ്മുടെ ആവശ്യം. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ ഈ പെരിന്തൽമണ്ണയ്ക്ക് വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതാണ്. മണിക്കൂറുകളോളം യാത്രക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായ നമ്മൾ തന്നെ നേരത്തെ അത് വാർത്തയ്ക്ക് നൽകിയതുമാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഈ കുഴി അടക്കുന്നതിൽ അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്തണം, അത് എത്രയും അതിലൊരു ഉറപ്പ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് MLAയും ജനപ്രതിനിധികളും പറയുന്നത്. പലതവണ അധികൃതരെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചാണ്. പക്ഷേ അവർ മനഃപൂർവ്വം ഇത് വൈകിപ്പിക്കുന്നു എന്നുള്ള ആരോപണം കൂടി MLA ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ ഉപരോധിക്കുന്നത്. ഈ എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിക്കുന്നത്. എഞ്ചിനീയർ ഇപ്പോൾ ഇവിടെ സ്ഥലത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം ഇതിലൊരു ഉറപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ ഈ ഉപരോധം അവസാനിപ്പിക്കുന്നുള്ളൂ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അനുരൂപിച്ചിക്കൊണ്ടിനൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.